കാഞ്ഞിരപ്പള്ളിയിലെ ഒരു സാധാരണ കുടുംബത്തിലെ അസാധാരണമായ ഒരു വ്യക്തിത്വത്തെയാണ് നാം പരിചയപ്പെടാൻ പോകുന്നത്. ഇത് പടിഞ്ഞാറെപ്പറമ്പിൽ ബേബിച്ചൻ. തൻ്റെ ശരീരത്തെ ഏറെക്കുറെ പൂർണ്ണമായും വഹിച്ചിരുന്ന ഊന്നുവടി പകൽ സമയങ്ങളിൽ മാറ്റിവെക്കും ഈ ബേബിച്ചേട്ടൻ. സ്വന്തം ഭൂമിയിൽ പൊരുതുവാൻ വേണ്ടി, അധ്വാനിച്ച് കുടുംബത്തെ പോറ്റാൻ വേണ്ടി. ശാരീരികമായ പൂർണ്ണതയുള്ള ഏതൊരു മനുഷ്യനെയും അമ്പരപ്പിക്കുന്ന കാഴ്ചയാണിതെന്ന് കണ്ടവർ പറയും. വെയിലാണല്ലോടി. കഞ്ഞി വന്നോടി? ഒന്ന് ഇരിക്കണോടി, ഇങ്ങോട്ടൊന്ന് വന്നേ. കയ്യൊന്ന് കാണിച്ച് സൂക്ഷിച്ച്. കുട്ടി ഇരിക്ക. കൃഷിയിടത്തിലേക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ നഷ്ടപ്പെട്ട കാല് സത്യം പറഞ്ഞാൽ ഈ തൂമ്പായ. ഈ തൂമ്പ കൊണ്ടാണ് ഞാൻ ബാലൻസ് ചെയ്ത് നിൽക്കുന്നതും കിളയ്ക്കുന്നതുമൊക്കെ. ഇപ്പം ഞങ്ങളുടെ കൃഷി പറയുവാണെങ്കിൽ എനിക്ക് വാഴയുണ്ട്, കപ്പയുണ്ട്, ചേമ്പുണ്ട്, ചേനയുണ്ട്, കാച്ചിലുണ്ട്, പച്ചക്കറികളെല്ലാം വിധമുണ്ട്, പിന്നെ ജാതിയുണ്ട്, തെങ്ങ്. ഇങ്ങനെയുള്ള ഒരു സാധാരണ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ ഈ പുരയിടത്തിൽ ഞാൻ കൃഷി ചെയ്യുന്നു. എനിക്ക് ഒത്തിരി സ്ഥലമൊന്നുമില്ല, എനിക്ക് ഒരേക്കർ സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്കൊരു വർഷത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ ഏറ്റവും എനിക്ക് തുണയായിട്ട് നിൽക്കുന്ന എൻ്റെ ഭാര്യയാണ്. എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം വന്ന് എല്ലാത്തിനും ഒരു സപ്പോർട്ട് ചെയ്യുന്നുകൊണ്ടാണ് എനിക്ക് ഈ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഞങ്ങളാണെങ്കിൽ കൃഷി ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഒപ്പം നിന്ന് പണിയെടുക്കുവാനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടുന്ന എല്ലാ പ്രചോദനവും എൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. ചെറുപ്പകാലത്ത് അല്പസ്വല്പം പുകവലിച്ചിരുന്നു ബേബിച്ചൻ. നിക്കോട്ടിനാണ് ബേബിച്ചേട്ടൻ്റെ വലതുകാൽ അപഹരിച്ചത്. നിക്കോട്ടിൻ രക്തക്കുഴലുകളെ അടച്ചു. കാലുകൾ മരവിച്ചതോടെ അരയ്ക്ക് താഴെ വലതുകാൽ മുറിച്ചു മാറ്റി. അന്ന് കാല് മുറിച്ചതിനേക്കാൾ വേദനയായിരുന്നു ഭാര്യയും 4 പെൺമക്കളുമുള്ള കുടുംബത്തെ എങ്ങനെ പോറ്റുമെന്ന ആശങ്ക. തകർച്ചയുടെ ഇരുളറയിൽ കിടക്കാൻ ബേബിച്ചേട്ടന് മനസ്സില്ലായിരുന്നു. അന്ന് ഇതുപോലൊരു പ്രഭാതത്തിലായിരുന്നു ജീവിക്കാനുള്ള വ്യഗ്രതയിൽ ബേബിച്ചേട്ടൻ
നിരങ്ങി ഈ പറമ്പിലേക്കിറങ്ങിയത്. അന്ന് ഇതൊരു തരിശുഭൂമിയായിരുന്നു. ഇന്ന് ബേബിച്ചേട്ടൻ്റെ ഒരേക്കർ ഭൂമി മനോഹരമായ ഹരിതവനം പോലെയാണ്. ഒരു കാൽ മാത്രമുള്ള ഇദ്ദേഹത്തിൻ്റെ പതിറ്റാണ്ടുകളുടെ കർമ്മഫലം. അതിന് പ്രതിഫലമായി തിരികെ ദൈവം നൽകിയതോ 100 മേനി ഫലം. ഞാൻ എന്ത് കൃഷി ചെയ്താലും ആദ്യമേ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഞാൻ കൃഷി ചെയ്യാറുള്ളൂ. അത് ഇനി ഒരു കാന്താരി കുഴിച്ച് വെച്ചാൽ പോലും കൂടെ ഞാൻ പ്രാർത്ഥിച്ചേ ചെയ്യുള്ളൂ. കാരണം അതിൻ്റെ ഫലം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഈ കാല് പോയതിന് ശേഷമുള്ള കാര്യം പറയുവാണെങ്കിൽ ഒരു 32 വർഷമായി ഞാൻ ഈ രീതിയിലായിട്ട്. പക്ഷേ എന്നാലും എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടോ പ്രയാസവും ഈ കാല് പോയതിനുള്ള വിഷമമൊന്നും ഉണ്ടായിട്ടില്ല. അതിനെ അതിജീവിക്കുന്നത് തമ്പുരാൻ എനിക്ക് തന്ന ഈ കൃപ കൊണ്ടാണ്. ഓരോ ദിവസവും പ്രാർത്ഥനയുടെ ഫലം ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വീട്ടിലേക്ക് വേണ്ടുന്ന വിഭവങ്ങളൊക്കെ ബേബിച്ചേട്ടനും ഭാര്യയും ഈ മണ്ണിൽ അധ്വാനിച്ചുണ്ടാക്കുന്നു. അരിയും ഉപ്പും പഞ്ചസാരയും ഒഴികെ ബാക്കിയെല്ലാം ഈ മണ്ണിനോട് മല്ലടിച്ച് വിളയിക്കുന്നു. പണത്തിൻ്റെ കാര്യത്തിൽ കൃത്യതയുള്ളതുകൊണ്ട് 1 രൂപയുടെ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല എന്ന് ഈ ദമ്പതികൾ പറയും. ഫാദർ ഡൊമിനിക് പടിഞ്ഞാറേപ്പറമ്പിൽ, ബേബിച്ചേട്ടൻ്റെ 8 സഹോദരങ്ങളിൽ 6-മൻ. സുഡാനിൽ മിഷണറിയായി സേവനം ചെയ്യുന്നു. ദീർഘനാളത്തെ ദൗത്യത്തിന് ശേഷം അവധിക്ക് വന്നതാണ് അച്ഛൻ, തൻ്റെ സഹോദരങ്ങളെ ഒരു നോക്ക് കാണാൻ. പടിഞ്ഞാറേപ്പറമ്പ് തറവാട്ടിലെ ഇപ്പോഴത്തെ കാർന്നോർമാർ 7-മനായ ബേബിച്ചേട്ടനും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമാണ്. ഒത്തിരി നാളായല്ലോ. ഒത്തിരി നാളായി കണ്ടിട്ട്. പിന്നെ കുഴപ്പമില്ല. ഇതെന്നാ മുടിയെല്ലാം നരച്ചു പോയല്ലോ. പിന്നെ വയസ്സാകുന്നില്ലേ. ശരിയായിരിക്കട്ടെ. ഹായ്. ഈ തറവാട് ദൈവവിളികളുടെ വിളനിലം കൂടിയാണ് എന്ന് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം. പടിഞ്ഞാറേപ്പറമ്പിൽ ഡൊമിനിക് ഏലിക്കുട്ടി ദമ്പതികൾക്ക് 8 മക്കളായിരുന്നു. ഇവർ തങ്ങളുടെ മക്കളെ ദൈവഭക്തിയിലും നീതിബോധത്തോടെയും വളർത്തിയതിൻ്റെ ഫലമായി 8 മക്കളിൽ 3 ആൺമക്കൾ വൈദികരായി, അതും മിഷണറി വൈദികർ. ഈ ഫാദർ ഡൊമിനിക് തൻ്റെ സഹോദരനെക്കുറിച്ച് പറയുമ്പോൾ സ്നേഹാധിക്യത്താൽ വാചാലനാകുന്നു. ഞാൻ പലപ്പോഴും ബേബിയുടെ കാര്യങ്ങൾ പലരോടും പറയും. അതായത് ബേബി ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ, മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിൾ ആകട്ടെ. പലപ്പോഴും ഞാൻ പറയും, എൻ്റെ അനുജൻ ഇങ്ങനെയാണ്, ഈ അവസ്ഥയിലാണ്, പക്ഷേ പുള്ളിക്കാരൻ മരം കയറുന്നു, കൊടിമുളക് പറിക്കുന്നു, കപ്പയിടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കെല്ലാം വലിയ അതിശയമാണ്. ഞാൻ ഓർത്തിട്ട് എനിക്ക് വെച്ചൊരു അതിശയം, എങ്ങനെ ബേബിക്ക് ഇങ്ങനെ ഉള്ള എല്ലാ ജോലികളും കണ്ടുകേട്ട് ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് എങ്ങനെ? അത് ദൈവത്തോട് ഒരു നന്ദി പറയാനുള്ള വലിയൊരു കാര്യമാണ്. പരേതനായ ഫാദർ ജോർജ് പടിഞ്ഞാറേപ്പറമ്പിൽ
33 വർഷം കെനിയൻ മിഷണറിയായിരുന്നു. ഫാദർ ജോൺ നൈനിറ്റാളിലാണ് സേവനം ചെയ്യുന്നത്. എൻ്റെ പേര് തോമസ് കുട്ടി ആലപ്പാട്ട്, അധ്യാപകനാണ്. എൻ്റെ കഴിഞ്ഞ 45 വർഷങ്ങളായിട്ട് എനിക്ക് പടിഞ്ഞാറേപ്പറമ്പിൽ ബേബിച്ചേട്ടനെ വളരെ അടുത്ത് അറിയുവാനായിട്ടും ഇടപഴകുവാനായിട്ടും സാധിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം തൊട്ടേ വളരെ കൗതുകത്തോടെ ഞാൻ നോക്കിക്കണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു പടിഞ്ഞാറേപ്പറമ്പിൽ ഫാമിലി. കാരണം 3 അച്ഛന്മാർ, അവർ അവധിക്കാലത്ത് വന്നു ചേരുമ്പോഴുണ്ടാകുന്ന ആഹ്ലാദം, ആ കുടുംബത്തിൻ്റെ സന്തോഷം ഒക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് ബേബിച്ചേട്ടനുമായിട്ട് ഞാനൊരു വളരെ അടുത്ത ആത്മബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ചെറുപ്പകാലത്തിലെ എൻ്റെ ഓർമ്മകളിൽ രോഗദൃഢഗാത്രനായ, അധ്വാനിയായ, സർവോപരി സഹോദരങ്ങളെല്ലാം കൂട്ടിയിണക്കി നിർത്തുന്ന ഒരു നല്ല മനസ്സിൻ്റെ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് ഞാൻ ഓർക്കുന്നത്. എന്നാൽ വിധി വൈപരീത്യമെന്ന് പറയട്ടെ, കഠിനമായ വേദനകളിലൂടെ കടന്നു പോകുന്ന ബേബിച്ചേട്ടൻ്റെ ഒരു കാലഘട്ടത്തെയും തൊട്ടടുത്ത് നിന്ന് നോക്കിക്കാണേണ്ട അവസ്ഥ എനിക്കുണ്ടായി. രോഗം ബാധിച്ച് വാക്കുകളാൽ വിവരിക്കാൻ കഴിയാത്തതിനപ്പുറത്തേക്കുള്ള വേദനകളിൽ കൂടെ കടന്നുപോയൊരു മനുഷ്യൻ. വേദന എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഭ്രാന്ത് പിടിക്കുന്ന വേദന എന്നാണ് പിൽക്കാലത്ത് ബേബിച്ചേട്ടൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അന്ത്യത്തിൽ ദീർഘകാലം കുടുംബത്തെ അധ്വാനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു കാൽ നഷ്ടമാകുന്ന അവസ്ഥ. ഞങ്ങളൊക്കെ ബേബിച്ചേട്ടൻ കാണാതെ വിങ്ങിപ്പൊട്ടിയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. കാരണം അത്രമേൽ ഞങ്ങളോട് അടുത്തിടപഴകുന്ന ഒരാളിന് വന്ന ഒരു ദുരവസ്ഥ. എന്നാൽ പിന്നീട് കാണുന്നത് ഒരു അക്ഷരാർത്ഥത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ്. 1985 എൻ്റെ കാല് മുറിക്കുന്നത്. നിക്കോട്ടിൻ എന്ന രോഗം മൂലമാണ് എനിക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം. എൻ്റെ 33-ാമത്തെ വയസ്സിലാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോമിശിഹ പാടുവിട്ട് മരിച്ച ആ പ്രായത്തിൽ തന്നെ എനിക്കും ഇത് സംഭവിച്ചു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഈശോയുടെ ആ പീഡാനുഭവത്തിനോട് ചേർന്ന് എൻ്റെ വേദന ഞാൻ സമർപ്പിക്കുകയുണ്ടായി. ആദ്യകാലങ്ങളിലൊന്നും ഞാൻ അത്ര വിശ്വാസിയൊന്നും അല്ലായിരുന്നു. ഞാൻ സാധാരണ ഒരു ക്രിസ്ത്യാനി, പള്ളിയിൽ പോകും, ക്രിസ്ത്യാനിയുടേതായിട്ടുള്ള കുറച്ച് അനുഷ്ഠാനങ്ങൾ ചെയ്യും. ആ കാലഘട്ടത്തിൽ എനിക്ക് ഈ കാല് മുറിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈശോയെ തള്ളിപ്പറയണമെന്നുള്ള ഒരു അവസ്ഥ വരെ ഉണ്ടായി. ഞാനൊരു ധ്യാനത്തിൽ സംബന്ധിക്കാൻ ഇടയായി. ഞാൻ പരിശുദ്ധനാണെന്നുള്ള രീതിയിലാണ് ഞാൻ അന്ന് വരെ ജീവിച്ചത്. എന്നാൽ ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോഴാണ് എന്നിലുള്ള കുറ്റങ്ങളും കുറവുകളും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അന്നു മുതൽ ഇന്ന് വരെ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഞാൻ കാല് മുറിച്ച് കിടക്കയിൽ കിടക്കുമ്പോൾ എൻ്റെ ഭാര്യ അത് അറിഞ്ഞിരുന്നില്ല. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ അറിയുന്നത്. അവളോടത് പറഞ്ഞില്ല. അതിനുശേഷം അവൾ എന്നെ കാണാൻ വന്നപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത് ഞാൻ കാല് മുറിച്ചാണ് കിടക്കുന്നതെന്ന്. ഞങ്ങൾക്ക് 4 മക്കളുണ്ട്. ഞങ്ങളധികം വ്യസനിച്ചാണ് ജീവിച്ചത്. കാരണം 4 പെൺമക്കളാണ് എനിക്കുള്ളത്. അവരെ എങ്ങനെ മുന്നോട്ട് തീറ്റിപ്പോറ്റി പോകുന്നുള്ള ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. അവരുടെ പഠനം നോക്കണം, അവരുടെ വസ്ത്രത്തിൻ്റെ കാര്യം നോക്കണം, അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കണം, എല്ലാ കാര്യങ്ങളും നോക്കേണ്ട അവസ്ഥയിൽ കുഞ്ഞുങ്ങളായിരിക്കുന്ന അവരെ എങ്ങനെ സംരക്ഷിക്കുമെന്ന് ഞാൻ വളരെയധികം വിഷമിച്ചായിരുന്നു. എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ ഉള്ളിടത്തോളം കാലം എൻ്റെ ബേബിച്ചനെ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുകയില്ല, ഞാനെന്നും ബേബിച്ചൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ആ വാക്കുകൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള താങ്ങായിട്ട് വന്നു. ഇന്നെൻ്റെ ഈ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ നഷ്ടപ്പെട്ട കാലിന് പകരം എൻ്റെ ഭാര്യയാണെന്ന് പറയാം. അവളെപ്പോഴും എനിക്ക് കൂടെയുണ്ട്. ഞാൻ ഈ ക്രച്ചസ് നടക്കുന്നെങ്കിലും
അവൾ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്കിത്രയും സന്തോഷത്തോടെ ജീവിക്കാൻ ഇന്ന് സാധിക്കുന്നത്. എൻ്റെ 4 മക്കളെ എനിക്ക് പഠിപ്പിക്കാൻ സാധിച്ചു. അവർ 3 പേരെ എനിക്ക് വിവാഹം ചെയ്ത് കഴിപ്പിക്കാൻ സാധിച്ചു. ഒരു മകൾ കന്യാസ്ത്രീ ആയിട്ടുണ്ട്. ഇന്നെല്ലാം അവർ നല്ല നിലയിൽ വന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ ഞാൻ സഹിച്ച പീഡകളും ബുദ്ധിമുട്ടുകളും ഓർക്കുമ്പോൾ ഈ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്കതെല്ലാം സാധ്യമായി. ഞാൻ ഒരു കൃഷിക്കാരനാണ്. എൻ്റെ കൃഷിക്കാര്യങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുകയായിരുന്നു. എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ അന്ന് ഒരു തീരുമാനമെടുത്തു. എൻ്റെ മക്കളെ പട്ടിണിയില്ലാതെ വളർത്തണം. അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കണം. ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം. ഞാനും എൻ്റെ ഭാര്യയും പയ്യെ ഞങ്ങളുടെ കൃഷി സ്ഥലത്തോട്ട് ഇറങ്ങി. ഞാൻ കുറച്ച് റബ്ബർ മരം വെട്ടാനുണ്ടായിരുന്നു. അത് വെട്ടുവാനായിട്ട് എൻ്റെ ഭാര്യയും ഞാനും കൂടെ ഒന്നിച്ച് പോകുമായിരുന്നു. ഞാനിപ്പോൾ ആദ്യകാലങ്ങളിൽ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും വീണിട്ടുണ്ട്. അപ്പോഴെല്ലാം എൻ്റെ ഭാര്യ എന്നെ താങ്ങി നിർത്തുമായിരുന്നു. അങ്ങനെ കുറേശ്ശെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് റബ്ബർ വെട്ടാൻ സാധിക്കും എന്നുള്ളൊരു നില വന്നു. ഞാൻ രാവിലെ ഇറങ്ങി റബ്ബർ വെട്ടും, എൻ്റെ ഭാര്യ പാലെടുക്കും. ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. അതിനുശേഷം അതുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റിയല്ലാത്തൊരു സ്ഥിതി വന്നപ്പോൾ ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യാണെന്ന് തീരുമാനിച്ചു. അതിനുവേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചു. കപ്പ, വാഴ, ചേമ്പ്, ചേന, കാച്ചിൽ, പച്ചക്കറികൾ എന്ന് വേണ്ട ഒരു പറമ്പിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ 2 പേരൂടെ ചെയ്തു. മക്കൾക്ക് പ്രായം ഇല്ലായിരുന്നുകൊണ്ട് അവരെ വിളിച്ച അവരുടെ പ്രായത്തിനനുസരിച്ച് എന്നെ സഹായിക്കാൻ അവർ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ കാല് മുറിക്കുമ്പോൾ എൻ്റെ മൂത്ത മകൾക്ക് 10 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ കാലഘട്ടം തൊട്ട് അവരും വളരെയധികം യാതനകൾ അനുഭവിച്ചാണ് ജീവിച്ചു വന്നത്. ജീവിക്കാൻ യാതൊരു മാർഗ്ഗവും ആദ്യ കാലഘട്ടം ഇല്ലായിരുന്നു. ഇങ്ങേറ്റം ഭക്ഷണത്തിന് പോലും കൂടെ ഞാൻ ബുദ്ധിമുട്ടിയ കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നെല്ലാം എൻ്റെ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു. എനിക്ക് കർത്താവ് ഉത്തരം തരികയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ ഈ രീതി ജീവിക്കുന്നെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എൻ്റെ ഈശോ എനിക്ക് ശക്തി തന്നതാണ്. എൻ്റെ മക്കളാണ് ഇന്നിപ്പം വളരെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അവരെ വഴക്ക് പറഞ്ഞും അടി കൊടുത്തും ഞാൻ വളർത്തിക്കൊണ്ട് വന്നു. അന്ന് അവർക്ക് കുറച്ച് നീരസമൊക്കെ മനസ്സിലുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ മക്കൾ എന്നോട് പറയും, അച്ചാച്ചൻ ഇന്ന് ആ കാലത്ത് ഞങ്ങളെ വളർത്തിൻ്റെ ഗുണമാണ് ഇന്ന് ഞങ്ങൾ ഈ രീതിയിൽ ജീവിക്കാൻ കാരണമെന്ന്. ഇനിയുള്ള ആ മക്കളുടെ സന്തോഷവും സ്നേഹം കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഇന്ന് മക്കൾ 4 പേരും പഠിച്ച് നല്ല നിലയിലായിരിക്കുന്നു. അവരെ 4 പേരെയും അവരവർക്ക് യോജിക്കും വിധം ജീവിതാന്തസ്സുകളിലേക്ക് പ്രവേശിപ്പിച്ചു. 3 മക്കൾ വിവാഹിതരായപ്പോൾ റീന എന്ന മകൾ സിസ്റ്റർ റീനയായി മാറി. ദൈവവിളിയുടെ വളക്കൂറുള്ള മണ്ണാണല്ലോ പടിഞ്ഞാറെ പറമ്പിലെ ബേബിച്ചേട്ടന്റെ ഭവനം. തീർച്ചയായും ഒരു അനുഗ്രഹീത കുടുംബം തന്നെയാണ് ബേബിച്ചേട്ടൻ്റെത്. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിരവധി തവണ അപകടങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ബേബിച്ചേട്ടൻ. ഒരു തവണ പോലും ബേബിച്ചേട്ടൻ പതറിപ്പോയിട്ടില്ല. ആശുപത്രി കിടക്കയിൽ വേദന തിന്ന് കഴിയുന്ന സമീപകാലത്തെ ഒരു ആക്സിഡൻറ്റിൻ്റെ സമയത്തും ബേബിച്ചേട്ടൻ പറയുന്നത്, ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവത്തിന് എന്നെപ്പറ്റി ഒരു കരുതലുണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവമാണ് ക്രമീകരിക്കുന്നത്, എനിക്കതിനകത്തുകൊണ്ട് നിരാശയില്ല, എനിക്കതിനകത്ത് യാതൊരു പരിഭവവും പരാതിയുമില്ല. ബേബിച്ചേട്ടൻ്റെ പുരയിടത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കണം. പല സ്ഥലങ്ങളിലായിട്ട് നിരത്തി വെച്ചിരിക്കുന്ന തേനീച്ചപ്പെട്ടികൾ. ഈ ഒരു കാലിൽ നിന്നുകൊണ്ട് തേനീച്ചപ്പെട്ടിയുടെ പരിപാലനം നടത്തിയിട്ടുള്ള വ്യക്തികൾക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട്. ബേബിച്ചേട്ടൻ അത് ഏറ്റവും ഭംഗിയായിട്ട് നടത്തുന്നു. തന്നെയുമല്ല, സമീപത്തുള്ള തേനീച്ച കർഷകരെയൊക്കെ സംഘടിപ്പിച്ച് അതിൻ്റെ പ്രയോജനങ്ങളെപ്പറ്റി കൂടുതൽ ആൾക്കാരെ ബോധവൽക്കരിക്കാനും അതിൻ്റെ വിപണനം കുറച്ചുകൂടെ മെച്ചപ്പെട്ട തോതിൽ നടത്താനുമൊക്കെ ബേബിച്ചേട്ടൻ വളരെ ഉത്സാഹിക്കുന്നു.
അനുവേ ആ ലാനിയും കൊണ്ടുവന്നേ. മാറുന്നേ, എടുക്കാം. എടുക്കാൻ പെട്ടെന്ന് കൊണ്ടുപാടി. മോളെ ഈ തേനീച്ച കുത്തിയാൽ കുഴപ്പമില്ല. അതായത് കടന്നലെന്ന് പറഞ്ഞിട്ട് പിന്നെ പെരുന്തേനുണ്ട്, അത് കുത്തിയാൽ കുഴപ്പമാണ്. അതേ സമയത്ത് ഈ തേൻ കുത്തിയാൽ, ഈ തേനീച്ച കുത്തിയാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഹാർട്ട് രോഗികൾക്കൊക്കെ ഇത് ഉപകാരപ്രദമാണ്. ബേബിച്ചേട്ടന് ചെറുപ്പം മുതലേ തുടങ്ങിയതാണ് ഈ തേനീച്ച വളർത്തലിനോടുള്ള കമ്പം. സൂക്ഷ്മതയും കൃത്യതയും ദീർഘക്ഷമയും ഇതിന് അത്യാവശ്യമാണെന്ന് ബേബിച്ചേട്ടൻ പറയും. തേനീച്ച പരിപാലനയെക്കുറിച്ച് മറ്റു വിദൂര സ്ഥലങ്ങളിൽ പോയി ക്ലാസുകൾ എടുക്കാറുണ്ട്. അതിലൂടെ മിക്ക കുടുംബത്തിനും ഒരു വരുമാന മാർഗം കാട്ടിക്കൊടുക്കുവാൻ ബേബിച്ചേട്ടൻ സദാസമയം തയ്യാറാണ്. നല്ല ഒരു ജനസേവനമായി കണ്ടുകൊണ്ട് തേനീച്ചപ്പെട്ടികൾ തയ്യാറാക്കിയും കൊടുക്കുന്നുണ്ട്. കൊച്ചിന് ഞാൻ തേൻ തന്നാണല്ലോ. ഉണ്ടാവനെ അതിങ്ങ എടുത്ത് തന്നേ മോനെ. ബേബിച്ചേട്ടനോട് ചോദിച്ചാൽ പറയും, താൻ ഇന്നും ഈ വിസ്മയകരമായ തേനീച്ച വളർത്തലിന് സഹായകമായ ചെലവ് കുറഞ്ഞ രീതികളെ കണ്ടെത്താനുള്ള പഠനത്തിലാണെന്ന്. ഈ ഇല വെക്കുന്നതേ ഈ ലായനിക്കകത്ത് ഇത് വീണ് ചത്തുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇല ഇടുന്നത്. ഇത് പഞ്ചസാര ലായനിയാണ്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ സാധാരണഗതിയിൽ നല്ല മഞ്ഞൾ ചേർക്കും, പിന്നെ അല്പം നാരങ്ങാ നീരോട് ചേർക്കും. അപ്പോൾ ഈ ഈച്ചയ്ക്കൊരു പ്രതിരോധം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത്. ഇതെല്ലാ ആഴ്ചയിലും ഈ ഈച്ചയ്ക്ക് ഇതുപോലെ ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഒരാഴ്ച പോലും പിന്നെ മുടക്കാൻ പാടില്ല. ഒരു പെട്ടിക്ക് ഏതാണ്ട് 1/4 കിലോ പഞ്ചസാര കലക്കി ലായനി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങളൊരു 8 മാസക്കാലം 9 മാസക്കാലം ഇങ്ങനെ ലായനി കൊടുത്താണ് ഈ ഈച്ചയെ സംരക്ഷിച്ചുകൊണ്ട് വരുന്നത്. ഇതിൻ്റെ തേനിൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗുണമുള്ളൊരു സാധനമാണ് തേൻ. ഇതൊരു ഭക്ഷ്യവസ്തുവാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ദഹിച്ചൊരു ഭക്ഷണമാണ്. ഇത് പ്രധാനമായിട്ട് പഞ്ചസാര രോഗികൾക്ക് വരെ ഈ തേൻ ഉപയോഗിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ഷുഗർ രോഗികൾ പിന്നെ മധുരമുള്ളതൊന്നും കഴിക്കരുതെന്ന് പറയും. പക്ഷേങ്കിൽ അവർക്ക് ഈ തേൻ നന്നായിട്ട് കഴിക്കാൻ കൊള്ളാം, ഒരു കുഴപ്പം ഉണ്ടാകുകയില്ല. ഒരു കാൽ നഷ്ടപ്പെട്ട ഒരു വ്യക്തി 2-3 ആൾ പൊക്കം ഒരു മരത്തിൽ കയറി കുരുമുളക് പറിക്കുക എന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. എന്നാൽ ബേബിച്ചേട്ടൻ അത് ചെയ്യുന്നത് പതിവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. തൻ്റെ 1.5 ഏക്കറോളം വരുന്ന പുരയിടത്തിൽ എല്ലാവിധ കൃഷികളും ഇറക്കി, പച്ചക്കറികളും മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള കൃഷികളിറക്കി അത് ഫലഭൂയിഷ്ഠമായ ഒരു ഭൂമിയാക്കി മാറ്റാനായിട്ട് ഈ ഒരു കാലിൽ ഒരു പണിക്കാരെ പോലും ആശ്രയിക്കാതെ
പ്രഭാതം മുതൽ പണിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തി നമുക്ക് അത്ഭുതത്തോടെ കാണാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ബേബിച്ചേട്ടനോട് ചോദിക്കുമ്പോൾ പറയും ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ പരിപാലന. പല പല വീഴ്ചകൾ അതിജീവിച്ച് കഠിനാധ്വാനം നടത്തിയാണ് ബേബിച്ചേട്ടൻ ഈ കഴിവ് നേടിയെടുത്തത്. നല്ല വരികയാണല്ലോ. 2 എണ്ണം ഉണ്ടല്ലോ. ഒരെണ്ണം പഴുത്ത സൂക്ഷിച്ച് കാരണം കേട്ടോ. തോർത്തിങ്ങുണ്ടോ? ഉരുണ്ടു വീണ് കാലും മുഖവും പൊട്ടുക പതിവായിരുന്നു. ജോലി മുടങ്ങി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയ ദിവസങ്ങളുണ്ട്. പക്ഷേ ഓരോ വീഴ്ചയിലും പരിക്കിലും തൻ്റെ മനസ്സിനെ പരുവപ്പെടുത്തുകയായിരുന്നു. അതിജീവനത്തിനായുള്ള പോരാട്ടമായിരുന്നു പിന്നങ്ങോട്ട്. കടം കയറി അരി വാങ്ങാനും കുഞ്ഞുങ്ങളെ പോറ്റാനും വകയില്ലാതെ വന്ന പഴയ ദുരിതകാലത്തെ ബേബിച്ചേട്ടൻ ഇന്നും മറന്നിട്ടില്ല. ആ ഇരുൾ പടർന്ന കാലത്തെ അതിജീവിച്ചുകൊണ്ടുള്ള ഉയർത്തെഴുന്നേൽപ്പിന് പിന്നിൽ തീർച്ചയായും ദൈവാംശം അടങ്ങിയതിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്ക് ദൃശ്യമായത്. സ്വന്തം റബ്ബർ തോട്ടത്തിൽ കോവണി വെച്ചും റബ്ബറിൽ കയറും. 10 അടി ഉയരത്തിൽ സ്ലോട്ടർ ഒറ്റക്കാലിൽ ചാടിക്കയറി ടാപ്പിംഗ് നടത്തും. ലാറ്റക്സ് എടുക്കാനും ഇതേ രീതിയിൽ ഒരു കയറ്റം കൂടി കയറും. പാൽ തൊട്ടി ചുമന്ന് ഗ്രേസിക്കുട്ടിയുമുണ്ടാകും കൂടെ. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവായിരുന്നു എൻ്റെ കാല് നഷ്ടപ്പെട്ടത്. അന്ന് വരെ ഞാൻ ദൈവത്തിൽ അത്രയും ആശ്രയിച്ചൊന്നും ജീവിച്ചിട്ടുള്ള മനുഷ്യനല്ല. എന്നാൽ അത് കഴിഞ്ഞ് ഇപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. എനിക്ക് ശക്തി കിട്ടുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാനുള്ള അവസരവും കിട്ടുന്നുണ്ട്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. എനിക്ക് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ട് ഉള്ള കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ ഒരു സന്തോഷമായിട്ടുള്ള ജീവിതം
നയിക്കാനുള്ള അവസരവും കിട്ടുന്നുണ്ട്. രണ്ട് കാലുള്ളവർക്ക് ചെയ്യാവുന്നതെല്ലാം ഒരു കാലിൽ ബേബിച്ചേട്ടന് ഇന്ന് ചെയ്യാൻ സാധിക്കുന്നു. നാട്ടിൽ എന്തെല്ലാം കൃഷികളുണ്ടോ അതെല്ലാം തന്നെ ഇദ്ദേഹം നടത്തിപ്പോരുന്നു. ബേബിച്ചേട്ടന് സാധിച്ചു എന്ന് പറയുമ്പോൾ ബേബിച്ചേട്ടൻ്റെ സഹധർമ്മിണിയെ കൂടെ നമുക്ക് ഇക്കാര്യത്തിൽ പരാമർശിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്തിനും ഏതിനും വിളിപ്പുറത്ത് ബേബിച്ചേട്ടൻ്റെ ഒരു അവയവം പോലെ തന്നെ നിൽക്കുന്ന ഗ്രേസിക്കുട്ടിയാണ് ഞങ്ങൾ കാണുന്നത്. ദുരിതത്തിൻ്റെ മുങ്ങാക്കയത്തിലും താങ്ങി നിന്നവൾ ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ അടയാളമായി മാറുന്നു. കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിലെ അവിടുത്തെ പ്രിയമക്കൾ. സ്നേഹം തുളുമ്പുന്ന ഏതൊരു ഹൃദയത്തിൻ്റെ ഉടമയ്ക്കും ദൈവം സമ്മാനമായി നൽകുന്ന അനിർവചനീയമായ നിമിഷങ്ങൾ. നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ബന്ധം വിടർത്തുന്ന ആധുനിക ദമ്പതികൾക്ക് ഇവർ എപ്പോഴും മാതൃക തന്നെയാണ്. ബേബിച്ചേട്ടനും ഭാര്യയ്ക്കും ഇന്ന് വിശ്രമമില്ല. പുകവലി എന്ന ദുശീലത്തിനെതിരായുള്ള സന്ദേശവാഹകരാകുന്നു. പല ചെറുപ്പക്കാരെയും ആ ദുശീലത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനും സാധിച്ചു. താൻ അനുഭവിച്ച ദുരിതപൂർണമായ വേദന ഇനി ആർക്കും വരുത്തരുതേ എന്ന പ്രാർത്ഥനയാണ് മനസ്സു മുഴുവൻ. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കളോടും എൻ്റെ സഹോദരങ്ങളോടും ഞാൻ അപേക്ഷിക്കുകയാണ്. ചെറിയ രീതിയിൽ പുക വലിച്ച് എനിക്ക് ഉണ്ടായ അനുഭവം ഇതാണ്. അതുകൊണ്ട് മേലിൽ നിങ്ങൾ ആരും പുക വലിക്കരുത്. അങ്ങനെയുള്ള ദുശീലമുള്ളവർ ദൈവനാമത്തിൽ നിങ്ങളത് ഉപേക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അതിനുവേണ്ടി ദൈവത്തോട് നമുക്ക് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. ചില ദുശീലങ്ങൾ വന്നു കഴിഞ്ഞാൽ മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ മാറ്റണമെങ്കിൽ നമുക്ക് സ്വയം സാധിക്കില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചാൽ അത് സാധിക്കും. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ സ്വഭാവം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറണം. കാൽ മുറിച്ചു മാറ്റിയ ആദ്യ മാസങ്ങളിൽ തളരാതെ കാത്തവനെ ഓർത്ത് വിനീതമായി എന്നും നന്ദി പറയാറുണ്ട് ഈ ദമ്പതികൾ. സ്വന്തം മുറിവുകളെ മറന്ന് ദിവ്യനാഥന്റെ തിരുമുറിവുകളായിരുന്നു മനസ്സു മുഴുവൻ. ആ ശക്തിയാണ് ഉയർത്തെഴുന്നേൽക്കാൻ ഈ കുടുംബത്തിന് ബലമായി വന്നത്, സ്നേഹമായി നിലനിന്നത്. ബേബിച്ചേട്ടൻ ഇനി പോകുന്നത് വിശ്രമിക്കാനല്ല, പഴയതിനേക്കാളും അത്യുത്സാഹത്തോടെ സമൂഹ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ, ദൈവത്തിന് സാക്ഷ്യമാകുവാൻ.